നമസ്കാരം കേട്ടാ. നമ്മുടെ വി.ഡി. സതീശൻ സാറേ വളരെ മാന്യനായ ഒരു വ്യക്തിയാണെന്നാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വിചാരിച്ചിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിരുന്നപ്പോഴായിരുന്നാലും ഇപ്പൊ ഭരണപക്ഷത്തേക്ക് വന്നപ്പോഴായിരുന്നാലും അദ്ദേഹം നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മളെല്ലാവരുടെയും ധാരണ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അടുത്തായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. MDMA കടത്തുമായി ബന്ധപ്പെട്ട് പിന്നെ 2-3 കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്ത സംഭവം ചാനലുകളിലൊക്കെ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ വി.ഡി. സതീശൻ സാറിന്റെ ഫോട്ടോയും ഇവരുമായി ഈ MDMA കേസിലെ പ്രതികളുമായി നിൽക്കുകയും സംസാരിക്കുകയും ഏറ്റവും അടുത്ത് ഇടപഴകുകയും അവരുടെ വീട്ടിലൊക്കെ ചെന്ന് വളരെ കാര്യമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിനെതിരെ ഒരക്ഷരം പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കേരളത്തിലെ ജനങ്ങളോട് അത് വെളിപ്പെടുത്തേണ്ട ബാധ്യത അങ്ങേക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങ് ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം. കാരണം ഞങ്ങളൊക്കെ അങ്ങയെ കാണുന്നത് കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുന്ന നല്ല വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്. മുഖ്യമന്ത്രി എന്നതൊഴിച്ചാലും പ്രതിപക്ഷ നേതാവ് എന്നൊഴിച്ചാലും നല്ലൊരു വ്യക്തി എന്നുള്ള നിലയിലേക്കാണ് ഞങ്ങളൊക്കെ അങ്ങയെ കാണുന്നത്. മുൻപ് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ലഹരിക്കെതിരെ പരിപാടി നടത്തിയപ്പോൾ ഇതുപോലെ ഗുണ്ടകളും ലഹരിക്കടത്ത് സംഘങ്ങൾ ഉൾപ്പെട്ട അംഗങ്ങൾ ആ മീറ്റിങ്ങിൽ ഉൾപ്പെട്ടിരുന്നു. അതുകൂടാതെയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ MDMA കേസിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ താങ്കളുടെ പാർട്ടിയായ കോൺഗ്രസിലെ പ്രാദേശിക പ്രവർത്തകർ ഉൾപ്പെടുന്ന, അതായത് ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെയും ഒരു മുഖ്യമന്ത്രി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ കാര്യങ്ങൾ നീക്കുന്നതായി ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല. അതിന് അവര് ഏരിയ സെക്രട്ടറി, ഏരിയ കൺവീനർ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥാനങ്ങൾ കൊടുത്ത് ഓരോ ആളുകളെയും നിയമിച്ചിട്ടുണ്ട്. ആ പാർട്ടി സംവിധാനം അങ്ങനെയാണ് പോകുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് ഈ ബൂത്ത് തലത്തിലുള്ള അവരുമായി ഇത്രയധികം ഇടപഴകാൻ തയ്യാറായത് എന്നുള്ളതും കൂടെ താങ്കൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അങ്ങേക്ക് ഈ ടീമുമായി, ഈ MDMA-കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങയുടെ കൈകൾ ശുദ്ധമാണ് എങ്കിൽ, അങ്ങയുടെ മടിയിൽ കനമില്ല എങ്കിൽ ഇതിനൊരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് അങ്ങ് യാതൊരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല, ഇതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. അങ്ങനെ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ജനങ്ങൾക്കുള്ളിൽ സംശയത്തിന്റെ കരിനീഴൽ വീണുകൊണ്ടേയിരിക്കും. ആ സംശയ നിവാരണം നടത്തേണ്ട ഉത്തരവാദിത്തം അങ്ങേക്ക് തന്നെയാണ്. ദയവായി അങ്ങ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.